ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇനിയും നമ്മൾ പറയാണ്, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഹാഫ ഫീ വസിയ്യതിഹി ഉൽഖിയ ഫിൽ ലിവാ വസിയ്യത്തിൽ. ഇതിപ്പോൾ ദുനിയാവിൽ ഉള്ള ചില വിഷയങ്ങൾ പറഞ്ഞു. ഇനി ആഖിറത്തിൽ ചെന്നാൽ എന്താ അവസ്ഥ? വസിയ്യത്ത് ദ്രോഹം ചെയ്താൽ, അനന്തരാവകാശികളോട് ദ്രോഹം ചെയ്തു, സ്വത്ത് മുഴുവൻ അനന്തരാവകാശികൾക്ക് കിട്ടേണ്ടത് അവരറിയാതെ എന്ത് ചെയ്തു? വസിയ്യത്ത് ചെയ്തു, ഒപ്പിട്ട് കൊടുത്തു, വഖഫ് ചെയ്ത് അവരോട് ദ്രോഹം ചെയ്താൽ ഉൽഖിയ ഫിൽ ലിവാ, ലിവാ എന്ന നരകത്തിലായിരിക്കും അവൻ്റെ സ്ഥാനം. വഫിസ് സുനനി, ഹദീസിൻ്റെ കിതാബുകളിലുണ്ട്, അന്ന റജുലൻ, ഒരാൾ, അഅതഖ സിത്തത അബ്ദ് ലഹു, 6 അടിമകളെ ഒരാളാണ് മോചിപ്പിച്ചു. ഒരാൾ മരണസമയത്ത് അയാൾക്ക് ആകെ ഉണ്ടായിരുന്ന സ്വത്ത് എന്താണ്? അടിമകളാണ്. 6 അടിമകളാണ്. അപ്പോൾ ഒരു അടിമനെ വിറ്റാൽ അന്ന് 20 ലക്ഷം എന്നാണ് പറയുക. അപ്പോൾ 6 അടിമകളെ അയാൾ മോചിപ്പിച്ചു. മോചിപ്പിക്കുക എന്നത് വലിയ കൂലിയുള്ള കാര്യമാണ്. ഒരാളെ മോചിപ്പിക്കുക എന്ന് തന്നെ വലിയ കൂലിയുള്ള കാര്യമാണ്. 6 അടിമകളെയാണ് അയാളെ മരണസമയത്ത് അയാൾ മോചിപ്പിച്ചത്. അപ്പോൾ ലം യകുൻ ലഹു മാലുൻ ഗൈറുഹു, മറ്റൊരു സ്വത്തും സമ്പാദ്യവും അയാൾക്കില്ല, അനന്തരാവകാശികൾക്ക് കൊടുക്കാൻ മറ്റൊന്നുമില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എന്താ? ആ ആള് ലൗ അദ്റക്തുഹു മാ സല്ലൈതു അലൈഹി ലിമദാറത്തിഹി ഫിൽ വസിയ്യത്തി, അയാളെ മേലിൽ, എൻ്റെ നാട്ടിലാണ് അയാൾ ജീവിച്ചിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ അയാൾ മരിച്ചതെങ്കിൽ, എൻ്റെ നാട്ടിലാണ് മരിച്ചതെങ്കിൽ ഞാൻ മയ്യിത്ത് നിസ്കരിക്കൂലായിരുന്നു. നബി തങ്ങൾ പറഞ്ഞ വാക്കാണ്. എൻ്റെ നാട്ടിലാണ് അയാൾ മരിച്ചതെങ്കിൽ ഞാൻ അയാളെ പേരിൽ മയ്യിത്ത് നിസ്കരിക്കുകയില്ലായിരുന്നു. ലം യുദ്ഫൻ ഫി മഖാബിരിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ഖബർസ്ഥാനിൽ പോലെ മറവ് ചെയ്യാനും പറ്റൂലായിരുന്നു നബി തങ്ങൾ പറയാൻ. കാരണം അയാൾ അനന്തരാവകാശികളെ തെണ്ടാൻ വേണ്ടി വിടുകയാണ്. എന്നിട്ടോ ഈ അടിമകളെ മോചിപ്പിക്കുകയും അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് സ്വന്തം അനന്തരാവകാശികളെ തെണ്ടാൻ വേണ്ടി വിടുകയും ചെയ്യുകയാണ് ചെയ്തത്. വദഖല അലിയുൻ റളിയല്ലാഹു അൻഹു, അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു സിദ്ദീഖുൽ അക്ബർ തങ്ങൾ മരണാസന്നനായ സമയത്ത് അവരെ സമീപത്ത് ചെന്നു. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇനി ഉരീദു നൂസിയ, ഞാൻ കുറച്ച് വഖഫ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് സ്വത്തും സമ്പാദ്യങ്ങളൊക്കെ ഉള്ളത് ഞാൻ വഖഫ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, കം മാലുക, അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇന്നല്ലാഹ തആല യഖൂലു, അല്ലാഹു പറയുന്നത്, ഇൻ തറക ഖൈറൻ, നിങ്ങൾക്ക് ഖൈർ, അതായത് വസിയത്ത് ചെയ്യാൻ മാത്രം, വഖഫ് ചെയ്യാൻ മാത്രം ഖൈറായത് ബാക്കി ഉണ്ടെങ്കിൽ വസിയത്ത് ചെയ്യുക എന്നല്ലേ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. വഇന്നമാ തദഉ ശൈഅൻ യസീറൻ, അതിന് മാത്രം നിങ്ങൾക്ക് ഇല്ലല്ലോ, നിങ്ങൾക്ക് നിങ്ങളെ അനന്തരാവകാശികൾക്ക് തന്നെ തികയുന്നതില്ല. പിന്നെ നിങ്ങളെങ്ങനെയാണ്, നിങ്ങൾക്ക് സംഭാവന ചെയ്യാൻ മാത്രം, വഖഫ് ചെയ്യാൻ മാത്രം ഉണ്ടോ? ഫദഉഹു ലിഅയാലിക ഫഇന്നഹു അഫ്ളലു ലക, അലി റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. അതെ, ഇപ്പോൾ ഉള്ളത് നിങ്ങളെ അനന്തരാവകാശികൾക്ക് തന്നെ തികയില്ല. അങ്ങനെ അവർക്ക് തികഞ്ഞതിൻ്റെ ശേഷം വല്ലതും ഉണ്ടെങ്കിൽ മതി സംഭാവന ചെയ്യുക എന്നല്ലേ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അത് നിങ്ങളെ അനന്തരാവകാശികൾക്ക് തന്നെ, അവർ തന്നെ എടുത്തുകൊള്ളട്ടെ, നിങ്ങൾ വസിയത്ത് ചെയ്യണ്ട എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. പറഞ്ഞു കൊടുക്കുന്നത് ആരോടാണ്? ജീവിതകാലത്ത് കയ്യിലുള്ളത് മുഴുവൻ സംഭാവന ചെയ്തിരുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടാണ്. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലും മരണാസന്ന സമയത്ത് അനന്തരാവകാശികളോട് ദ്രോഹം ചെയ്തിട്ടില്ല. വഖാല റജുലുൻ ലി ആയിഷത്ത റളിയല്ലാഹു അൻഹയോട് ഒരാൾ ചോദിക്കുകയാണ്, ഉരീദു അൻ ഊസിയ, എനിക്ക് മരണാസന്നനാകുന്ന സമയത്ത് കുറച്ച് വസിയത്ത് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. എന്ന് വെച്ചാൽ കുറച്ചൊക്കെ സംഭാവന ചെയ്ത് ഒരു വെള്ള പേപ്പറിൽ എഴുതി ഒപ്പിട്ട് വസിയത്ത് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുക, കം മാലുക, നിങ്ങൾക്ക് എത്ര സ്വത്തുണ്ട്? ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു 4000, 3000. നിങ്ങൾക്ക് എത്ര സ്വത്തുണ്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് 3000 ഉണ്ട്. അപ്പോൾ ചോദിച്ചു, കാലത്ത് കം അയ്യാലുക, നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് 4 മക്കൾ. എനിക്ക് 4 മക്കളുണ്ട്, എനിക്ക് സ്വത്തായിട്ടുള്ളത് 3000 ഉണ്ട്. അപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, അത് തികയില്ലല്ലോ, 4 ആൾക്ക് 3000 തികയില്ലല്ലോ. ഇന്നമാ ഖാല അല്ലാഹു തആല ഇൻ തറക ഖൈറൻ,
ഖൈറായത്, അതായത് അതിന് മാത്രം ഒരു നീക്കി വെക്കാൻ മാത്രം ബാക്കിയുള്ളതും വല്ലതും ഉണ്ടെങ്കിൽ സംഭാവന ചെയ്യാനല്ലേ അള്ളാഹു പറഞ്ഞിട്ടുള്ളൂ. ഇതിപ്പോൾ നിങ്ങളുടെ 3 മക്കൾക്ക് തന്നെ തയ്യിലല്ലോ, 4 മക്കൾക്ക് തന്നെ 3000 തയ്യിലല്ലോ. അതുകൊണ്ട് വഹാദാ ഷൈഉൻ യസീറുൻ, ഈ 4 മക്കൾ ഓരോരുത്തർ 1000 എടുത്താൽ തന്നെ വേറൊരു മകന് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഫത്രുക്കുഹുലി അയ്യാലിക്ക, ഈ 3000 നിൻ്റെ 4 മക്കൾക്കിടയിൽ നീ വിഹിതം വെക്കുക, അവരുടെ അനന്തരാവകാശമായി കൊടുക്കുക. അതാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹായുടെ തീരുമാനം.